ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ടാക്സ് നമുക്ക് വിത്ത് അക്കൗണ്ട്, അതായത് നമ്മളൊരു യൂസർ ഐ ഡി ഉണ്ടാക്കിയിട്ട് അതുവഴി എങ്ങനെയാണ് നമുക്ക് അടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂസർ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഏതൊക്കെ സമയങ്ങളിൽ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ അതൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിക്കും. അതിന്റെ പ്രിന്റ് ചെയ്ത സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ LSTയുടെ ഫ്രണ്ട് സൈറ്റിൽ തന്നെ വന്നതിന് ശേഷം ഇവിടെ പേയ്മെന്റ് ഫോർ രജിസ്റ്റേർഡ് യൂസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു ഫുൾ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് എ വെബ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഗോ ടു കൺഫേം രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ കോഡ് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് സെൻഡ് ആയിട്ടുണ്ടോ എന്ന് കാണിക്കും. ഇവിടെ താഴെ ഗോ ടു കൺഫേം രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ മാത്രമാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അതിനുശേഷം ആ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒരു കൺഫർമേഷൻ കോഡ് എത്രയാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ, ആ പാസ്വേഡ് തന്നെ വീണ്ടും ആവർത്തിക്കാൻ, പിന്നെ കുറച്ച് ഡീറ്റെയിൽസുകൾ അത് വേണമെങ്കിൽ ജസ്റ്റ് ഡെമ്മി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബാക്ക് ടു ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ID, അതായത് ഇമെയിൽ IDയും അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ക്യാപ്ച ഫില്ല് ചെയ്യുക. ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ അതിന്റെ ഡാഷ്ബോർഡിലോട്ട് ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. ഇവിടെ നമ്മൾ ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മളോട് ഒരാൾ ബിൽഡിംഗ് ടാക്സ് അടക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എൻറോൾ ബിൽഡിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് എൻറോൾ എ ബിൽഡിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. സെർച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പഞ്ചായത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വാർഡ് നമ്പർ സെലക്ട് ചെയ്ത് അതിന്റെ വാർഡ് നമ്പറും അതുപോലെ തന്നെ ഡോർ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ് ഡിവിഷൻ നമ്പർ വേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. AO BO CO ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടെ സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയുള്ള ടിക്ക് ബോക്സ് ഇവിടെ ഇട്ട് കൊടുത്ത് ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു ബിൽഡിംഗ് ആഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് എന്ന ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ഒരു ബിൽഡിംഗിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. എത്രയാണോ നമ്മൾ ആഡ് ചെയ്തത് ആ ബിൽഡിംഗ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും. പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് എത്രയാണോ അത് പേ നൗ എന്നുള്ള ഭാഗം ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് വഴി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനായിട്ട് പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്ത് പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കാർഡ് ആണെങ്കിൽ കാർഡ്, UP ആണെങ്കിൽ UPI, QR കോഡ് ആണെങ്കിൽ QR കോഡിനായിട്ട് UPI എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേ വയ QR കോഡ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്പസമയം വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇവിടെ കൺഫേം ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ വ്യൂ റെസിപ്റ്റ് എന്ന ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ പ്രിന്റ് കസ്റ്റമർക്ക് നമ്മൾ എടുത്ത് കൊടുക്കുക. ഇവിടെ ഗോ ടു ഹോം പേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത ആൾ വരുമ്പോൾ നമുക്ക് അടുത്ത എൻറോൾ ബിൽഡിംഗ് കൊടുത്തിട്ട് അടുത്ത ബിൽഡിംഗ് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്തുനിന്ന് അടച്ച ഒരാൾ വരികയാണെങ്കിൽ അതിന്റെ പ്രിന്റ് നമുക്ക് വീണ്ടും എടുത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയത് കാണിക്കും. അതുപോലെ തന്നെ അതിന്റെ റെസിപ്റ്റ് ഇവിടെ നമുക്ക് ലഭിക്കും. ആ റെസിപ്റ്റ് നമുക്ക് ഇവിടെ നിന്നും സിമ്പിൾ ആയിട്ട് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബിൽഡിംഗ് ടാക്സ് നമ്മൾ അടക്കുന്നത്.